ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് തംബ്നെയിലും ടൈറ്റിലും ഒക്കെ കണ്ടതുപോലെ തന്നെ മണി സേവിങ് ഹാക്സിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു ഹോം മേക്കർ എന്ന് പറയുമ്പോൾ ഒത്തിരി ക്ഷമയും അതുപോലെ തന്നെ പ്രാക്ടീസും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് ഒക്കെ നമ്മൾ ഹെൽത്തി ആക്കി വെച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് ആരോഗ്യത്തോടെ പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ മണി സേവിങ് ഹാക്സിൽ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കലി മെൻ്റലി ഹെൽത്തി ആവുക, ഫിസിക്കലി മെൻ്റലി ഓക്കെ ആവുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് കുറച്ച് നേരം മുമ്പ് എഴുന്നേറ്റ് നമ്മൾ ഒന്നെങ്കിൽ വായനയ്ക്കോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ അല്ലെങ്കിൽ എക്സർസൈസിനോ ഒക്കെ വേണ്ടി സമയം കണ്ടെത്തുക. പലപ്പോഴും നമ്മൾ ഹോം മേക്കർ ആയിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് ഫീൽ ചെയ്യാം, ജോലികളൊന്നും തീരാതെ വരാം, അല്ലെങ്കിൽ ഒത്തിരി മറ്റ് ആളുകളെ പോലെ സമ്പാദിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു കോംപ്ലക്സ് അതൊക്കെ ഉണ്ടാവാം. എന്നാൽ നമുക്ക് നമ്മളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. അപ്പോൾ നമ്മൾ മെൻ്റലി ആ സ്ട്രെസ് എല്ലാം മാറ്റുന്ന രീതിയിലേക്ക് നമ്മളുടെ മൈൻഡിനെ കൊണ്ടുപോകണം. അതായത് വായിക്കുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം, യോഗ ചെയ്യാം, എക്സർസൈസ് ചെയ്യാം, നടക്കാൻ പോകാം, അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്താൽ നമ്മൾ മെൻ്റലിയും ഫിസിക്കലി ഹെൽത്തി ആവും. നമ്മൾ ആരോഗ്യത്തോടെ ഇരുന്നാൽ നമ്മൾ പൈസ ഒന്നും ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരത്തില്ല, മെഡിസിൻ എടുക്കേണ്ടി വരത്തില്ല. അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ കുറച്ചും കൂടി ഫിനാൻഷ്യലി ഒരു സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളൊന്നും സമ്പാദിക്കുന്നില്ലെങ്കിൽ പോലും ആവശ്യമില്ലാണ്ട് സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ വീട് നീറ്റായിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടും വെക്കുക എന്നുള്ളത്. അതിപ്പോൾ നമ്മുടെ കിച്ചൺ ആയാലും നമ്മുടെ വാർഡ്രോബ്സ് ആയാലും അതുപോലെ നമ്മുടെ കുട്ടികളുടെ സാധനങ്ങൾ വെക്കുന്ന ഏരിയ ആയാലും എല്ലായിടും ഓർഗനൈസ്ഡ് ആയിട്ട് എല്ലാം അതതിൻ്റെ സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ ഓവർ സ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം കുറച്ച് ചെറുപയർ വാങ്ങിച്ചു, അത് നമ്മൾ ഫില്ല് ചെയ്തു, അതിന് ശേഷം ബാക്കി നമ്മൾ വേറൊരു സ്ഥലത്ത് സൂക്ഷിച്ച് വെച്ചു. അപ്പോൾ അത് നമുക്ക് കാണാതിരുന്നു കഴിഞ്ഞാൽ നമ്മളത് തീർന്നു എന്ന് വിചാരിച്ചിട്ട് പുറത്തുനിന്ന് പിന്നെയും വാങ്ങിക്കേണ്ടി വരും. അപ്പം നമ്മുടെ ഈ ഒരു ചെറുപയർ അല്ലെങ്കിൽ ആ ബാലൻസ് ഉള്ളത് അത് വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ വേസ്റ്റായി പോകുന്നത്. അങ്ങനെ വേസ്റ്റ് വരാത്ത രീതിയിൽ നമ്മളുടെ ആ ഒരു വാങ്ങിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അതല്ലാണ്ട് നമ്മൾ കുറച്ച് ഭാഗം അവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ശീലം ഒഴിവാക്കുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആവശ്യമില്ലാണ്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാണ്ടിരിക്കുക. നമുക്ക് ചിലർക്ക് ഒരു സ്വഭാവമുണ്ട്, ഇതുപോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് അതുപോലെയുള്ളതിൽ, അതിന് ശേഷം കാണുന്നതൊക്കെ വാങ്ങിക്കും. അങ്ങനെ നമ്മൾ യൂസ് ഇല്ലാണ്ട് ആവശ്യമില്ലാണ്ട് കുറേ സാധനങ്ങൾ മേടിച്ച് അങ്ങനെ കൂട്ടി വെക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ശീലം നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഡീക്ലട്ടറിങ് കംപ്ലീറ്റ് ആയിട്ടും എല്ലാ ഏരിയയും ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ വീടൊക്കെ നീറ്റായിട്ട് കിടക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സും മെൻ്റൽ ആ ഒരു പ്രഷറും ഒക്കെ കുറയും, നമുക്കൊരു റിലാക്സിങ് ഫീൽ കിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരുടെ മാനസികാരോഗ്യത്തിനും ശാരീരികാരോഗ്യത്തിനും ഒക്കെ അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട് നീറ്റായിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മീൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഒരാഴ്ചത്തേക്കിനുള്ള ആ ഒരു മീൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പൈസ സേവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ വാങ്ങിച്ച് നമ്മുടെ പൈസ കളയേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ എനിക്ക് മുമ്പ് ഞാനിങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഒരു മീൽ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പൈസ നമുക്കിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ നമ്മൾ എന്ന് മീൽ പ്ലാനിങ് ചെയ്ത് തുടങ്ങിയോ ആ സമയത്ത് തൊട്ട് നമ്മുടെ ചിലവ് വളരെ കുറയാൻ തുടങ്ങി. കാരണം അപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വില കുറഞ്ഞ ഐറ്റംസോ അങ്ങനെ ആ ഒരു സമയത്ത് കിട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ ഹെൽത്തി ആയിട്ടുള്ള മീൽസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുറേയധികം ചിലവുകൾ നമ്മുടെ വീട്ടിൽ കുറഞ്ഞു കിട്ടും. കാരണം നമ്മൾ ഒരു മാസത്തേക്കുള്ളത് അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്കുള്ളതൊക്കെ ഒരുമിച്ച് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ പച്ചക്കറി ആയാലും ഒത്തിരി
പർച്ചേസ് ചെയ്യാണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പർച്ചേസ് ചെയ്ത് 2-3 ദിവസത്തേക്കുള്ളത് പർച്ചേസ് ചെയ്ത് അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ വേസ്റ്റായി പോകത്തുമില്ല. അതുപോലെ തന്നെ നമുക്ക് വാങ്ങിക്കുന്ന ഐറ്റംസ് വളരെയധികം പ്രയോജനപ്പെടുത്തി നമ്മൾക്കത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഹോം മേക്കർ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഒരു വീട്ടിൽ വീക്കിലി മീൽ പ്ലാനർ ഉണ്ടാവേണ്ടതാണ്. അത് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ട് നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ, ഭക്ഷണ സാധനങ്ങൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് പുറത്ത് പോയിട്ട് പൈസ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഹോട്ടലിൽ പോയിട്ട് വില കൂടിയ ഫുഡുകൾ വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അങ്ങനെ നമുക്ക് നമ്മുടെ ഫാമിലീനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ പുതിയതായിട്ടൊരു ഫാമിലി ലൈഫിലേക്കൊക്കെ വരുന്ന, അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു ലൈഫ് തുടങ്ങുന്ന കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഒത്തിരി എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര അളവാണ് എടുക്കേണ്ടത് എന്നുള്ളതൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ പോകെ അതൊരു നമുക്ക് പ്രാക്ടീസായിട്ട് വരും. ആ സമയത്ത് നമ്മൾ നമ്മുടെ ഫാമിലിക്ക് ആവശ്യമുള്ളത് മാത്രം കുക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഒരുപാട് കാലം അങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെൽത്തിനെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള അളവ് മാത്രം, അപ്പം 4 പേരുള്ളൊരു ഫാമിലി ആണെങ്കിൽ, അല്ലെങ്കിൽ 2 പേരുള്ളൊരു ഫാമിലി ആണെങ്കിൽ ആ ഫാമിലിക്ക് വേണ്ടിയത് മാത്രം കുക്ക് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനെയും സംരക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് വേസ്റ്റ് ആകുന്നതും, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നമ്മൾ ഈ വീട്ടമ്മമാരുടെ ഒരു പ്രശ്നമാണ് ബാലൻസ് വരുന്നത്. നമ്മൾ കഴിക്കും, അപ്പം നമ്മൾ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കാലറി കൂടുതലാണ് എടുക്കുന്നത്. അങ്ങനെയാകുമ്പോഴത്തേക്കും നമുക്ക് ഓവറായിട്ടുള്ള വെയിറ്റ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ ഇത്രയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ തീർച്ചയായിട്ടും ഒരുപാട് പൈസ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ വരവിനനുസരിച്ച് നമുക്ക് ചിലവ് ചെയ്യാനായിട്ടും അതിൽ നിന്ന് നമുക്ക് ക്യാഷ് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ഫിനാൻഷ്യലി കുറച്ചും കൂടി ഡെവലപ്ഡ് ആവാനായിട്ടും നമുക്ക് പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഹോം മേക്കേഴ്സ് എന്നുള്ള നിലയിൽ ഫിനാൻഷ്യലി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ, ടേക്ക് കെയർ.